ഡീൽ ആരോപണത്തിൽ വി ഡി സതീശന് നേരെ തിരിഞ്ഞ് SDPI. വി ഡി സതീശനും BJPയുമായി ഡീലെന്ന് SDPI സംസ്ഥാന സെക്രട്ടറി അൻസാരി ഏനാത്ത്. സതീശനോടൊപ്പമുള്ളവരെ വിജയിപ്പിക്കാനും മറ്റുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനുമാണ് ഡീലെന്നും ആരോപണം. നേമത്ത് വോട്ട് വേണ്ടെന്ന് ശിവൻകുട്ടി പറഞ്ഞിട്ടില്ല. ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്യുമെന്നും അൻസാരി പറഞ്ഞു. മഞ്ചേശ്വരത്ത് നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നും അൻസാരി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വി ഡി സതീശന് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യം എന്ന് പറയുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയാകുക എന്നുള്ളതായിരിക്കുമല്ലോ സ്വാഭാവികം. അപ്പം അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ വേണ്ടി അദ്ദേഹത്തെ അനുകൂലിക്കുന്ന മണ്ഡലങ്ങൾ, അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവർ നിർത്തിയിരിക്കുന്ന മണ്ഡലങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ BJPയുമായി ടൈപ്പുണ്ട്, ഡീലുണ്ട്. യഥാർത്ഥത്തിൽ ശിവൻകുട്ടിക്ക് കഴിഞ്ഞ തവണയും SDPI പിന്തുണ കൊടുത്തിരുന്നു. അത് അവിടുത്തെ ഒരു BJP സാധ്യത വെച്ചിട്ടാണ്. പക്ഷേ BJP സാധ്യതയല്ല നമ്മൾ ഇത്തവണ കാണുന്നത്. അവിടെ യഥാർത്ഥത്തിൽ പിന്നെ ശിവൻകുട്ടി വോട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പം നേമത്ത് കഴിഞ്ഞ പ്രാവശ്യം ശിവൻകുട്ടിക്ക് നമ്മൾ കൊടുത്തപ്പോൾ മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി, അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ അല്ലെന്നുണ്ടെങ്കിൽ BJP പിന്നെ കോൺഗ്രസിന് അനുകൂലമായിട്ട് നിൽക്കുന്നവരൊക്കെ തന്നെയും പറഞ്ഞു അവിടെ അന്ന് മുരളീധരന് ചെയ്യണം, കോൺഗ്രസിന് ചെയ്യണം, അവിടെ ശിവൻകുട്ടിക്കല്ല ജയസാധ്യത എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ വളരെ കൃത്യമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു അവിടെ മുരളീധരനല്ല ജയിക്കുക, ശിവൻകുട്ടിയാണ്. വിവരങ്ങളുമായി ശ്രീരാജാണ് ചേരുന്നുള്ളത്. ശ്രീരാജ്, ഡീൽ വിവാദത്തിലാണ് ഇപ്പോൾ ചർച്ച. അതായത് SDPയുടെ വോട്ട് വേണ്ടെന്ന് വി ഡി സതീശൻ പറയുന്നു. എന്നാൽ വോട്ട് ചെയ്യുന്നവർക്കെല്ലാം തങ്ങൾക്ക് ചെയ്യാമെന്ന് സ്ഥാനാർത്ഥികൾ, UDF സ്ഥാനാർത്ഥികൾ തന്നെ പറയുന്നു. എന്നാൽ ഇപ്പോൾ വി ഡി സതീശനും BJPയുമാണ് ഡീലെന്ന് SDPI സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? നിഷ, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും SDPI സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നതാണ് SDPI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. അതിൽ നേമത്തെ കാര്യങ്ങളടക്കം വി ശിവൻകുട്ടിക്ക് വോട്ട് നൽകുന്നതിനടക്കം ഒരു വ്യക്തത കൂടി വരുത്തുകയാണ് SDPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ അൻസാരി ഏനാത്ത്. കോൺഗ്രസിൽ പ്രധാനമായും വി ഡി സതീശനാണ് SDPIയുടെ പിന്തുണ വേണ്ട എന്ന നിലപാട് എടുക്കുന്നത്. അത് വി ഡി സതീശനും BJPയും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയിട്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ താല്പര്യക്കാരെ ജയിപ്പിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഡീല് മാത്രമാണ് ഇപ്പോൾ അദ്ദേഹം എടുക്കുന്ന ഈ നിലപാട് എന്നാണ് SDPI പറയുന്നത്. അതുപോലെ തന്നെ മഞ്ചേശ്വരത്തെ അടക്കം കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. വി ശിവൻകുട്ടിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം SDPI പിന്തുണ നൽകിയിരുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ വി ശിവൻകുട്ടി പരാജയപ്പെടുമെന്ന വിലയിരുത്തൽ നൽകി UDFന് വോട്ട് ചെയ്യണമെന്ന് തങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിൽ SDPI നടത്തിയ പഠനത്തിൽ ശിവൻകുട്ടി തന്നെ വിജയിക്കുമെന്ന കാര്യം ബോധ്യമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വി ശിവൻകുട്ടിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് നൽകിയിരുന്നു എന്നാണ് SDPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൂർണ്ണമായും കോൺഗ്രസിനെ അല്ല SDPI ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ വി ഡി സതീശൻ എന്ന വ്യക്തി എടുക്കുന്ന ചില കടുംപിടുത്തങ്ങളാണ് ഇത്തരത്തിൽ SDPIക്കെതിരായി ഉള്ള ഒരു പൊതുവികാരം കോൺഗ്രസിൽ ഉണ്ടാവാൻ കാരണമെന്നാണ് പറയുന്നത്. അതിന് കാരണമായി, അല്ലെങ്കിൽ വി ഡി സതീശൻ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിന്റെ കാരണമായി SDPI കരുതുന്നത് വി ഡി സതീശന് താല്പര്യമുള്ള ചില ആളുകളെ വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതിന് BJPയും വി ഡി സതീശനും തമ്മിലൊരു ഡീല് തരത്തിലായിരുന്നു SDPIയുടെ പ്രതികരണം ഉണ്ടാകുന്നത്. നേരത്തെ ഇത്തവണയും വി ശിവൻകുട്ടിക്കാകും വോട്ട് ചെയ്യുക. കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭരണവികാരം നിലവിൽ ഇല്ല എന്നും SDPI പറയുന്നു. ലിനിഷ, ശരി, നന്ദി ശ്രീരാജ് ബാബു വിവരങ്ങൾക്ക്.